ഫീൽ ചെയ്യണം, നമ്മളത് അനുഭവിച്ചിട്ട് വേണം ആ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാക്കുന്ന തീമായിരിക്കണം. ജയശങ്കറിന്റെ പല ബുക്കും വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു കെട്ടുപാടുണ്ട്, ഒരു ചുറ്റുപാടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും സൊസൈറ്റിയിലെ ഓരോ എന്നും പറയാൻ പറ്റുന്ന തരം ആളുകളാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ഓരോരോ അത്രയും വലിയൊരു ബോണ്ടുണ്ട് ജയശങ്കറിന്. അതങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. എല്ലാവരും ബിസിയാണ്, ആർക്കും ഒന്നിനും സമയമില്ലാത്ത കാലത്ത് ഈ ഒരു പുസ്തക പ്രകാശനത്തിന് നല്ല ഉഷ്ണമുണ്ട്. ഇവിടെ AC ഹോളൊന്നുമല്ല, നല്ല ചൂടുണ്ട്. ഈ ഒരു മെയ് മാസത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം പുസ്തക പ്രകാശനമാണെന്നതിനപ്പുറത്ത് ജയശങ്കറിന്റെ പുസ്തക പ്രകാശനം എന്നതുകൂടി അതിനൊരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? നിങ്ങളൊക്കെ വന്നത് അതുകൊണ്ടല്ലേ? അതെ. അപ്പോൾ ജയശങ്കറിന് ഈ ഒരു സൊസൈറ്റിയിൽ തൊട്ടറിയാൻ പറ്റുന്ന ഒരാളാണെന്ന് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. 56 പേജാണുള്ളത്. 19ാമത്തെ പേജിൽ നിന്നാണ് ആ നോവൽ ആരംഭിക്കുന്നത്. 11 അധ്യായത്തിലാണ് ഒരു നോവൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനുള്ള വിശേഷം എന്താ വെച്ചാൽ ഇതൊരു സ്ത്രീയെ മെയിൻ ക്യാരക്ടറായിട്ടാണ് ഈ നോവൽ പോയോണ്ടിരിക്കുന്നത്. അതിലും വലിയ വിശേഷം എന്താ വെച്ചാൽ നിറയെ ആളുകളുള്ള ഈ ഒരു, നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ഈ ഇരിക്കുന്ന ഒരു സദസ്സിലുള്ളത് കൂടുതലും പുരുഷന്മാരാണ്, അല്ലേ? എന്നാൽ പോലും ഇപ്പോൾ ഒരു അനുപാതികം നോക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയൊരു പോർഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ 2 സ്ത്രീകളുണ്ടായിരുന്നു ഈ വേദിയിൽ. പൊതുവെ കാണാറില്ല. ഒരു പുരുഷന്റെ പുസ്തക പ്രകാശനം പോട്ടെ, അതിരിക്കട്ടെ, ഒരു സ്ത്രീയുടെ പുസ്തക പ്രകാശനമാണെങ്കിൽ പോലും ആ സ്ത്രീ മാത്രം ഉണ്ടാവും വേദിയിൽ, ബാക്കി മുഴുവൻ ഉണ്ടാവും പുരുഷന്മാരാണ്. ഞാൻ സ്ത്രീയെ വളരെ വളർത്തണമെന്നും പുരുഷനെ തളർത്തണമെന്നും എന്നൊന്നും അല്ല കേട്ടോ പറയണത്, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പറയല്ല. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പോലും ചിന്തിക്കാത്ത കാലത്തും ജയശങ്കർ അങ്ങനെ ചിന്തിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരാളെ വെച്ച് 56 പേജിൽ ഒരു നോവൽ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, 56 പേജിൽ നോവൽ തീർക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരേ കാര്യം വളരെ വളർത്തി എന്താ പറയുക, പറഞ്ഞ് അങ്ങ് കേട്ടിരിക്കുന്നവരെ മുഷിപ്പിച്ച് അയ്യോ ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന തലത്തിൽ വേണമെങ്കിൽ നമുക്കൊരു തീം സംസാരിക്കാം, ആവാലോ? അതേപോലെ വളരെ മനോഹരമായി ഒട്ടും ഒഴിവാക്കാനൊന്നുമില്ലാതെ കട്ട് ചെയ്യാനൊന്നുമില്ലാതെ പറഞ്ഞതൊന്നും മറന്നു പോവാതെ ഓർത്തു വെക്കുന്ന രീതിയിലും നമുക്ക് അതേ കാര്യം സംസാരിക്കാം. അതുപോലെയാണ് നോവൽ. ഇപ്പോൾ അടുത്ത് പൂർണ്ണയുടെ മാതൃഭൂമിയുടെ ഒരു പബ്ലിഷ് ഉണ്ടായിട്ടുണ്ട്, സുസ്മേഷ് ചന്ദ്രത്തിന്റെ ബൃഹത് നോവലാണ്. 1895 രൂപയായിട്ടാണ് ആ ബുക്കിന്. 1000-ലേറെ പേജുകളുള്ള ബുക്കാണ്. ബൃഹത് നോവൽ എന്ന് തന്നെ പറയാം. വഴിച്ചെണ്ട എന്നാണ് പേര്. അത് പറഞ്ഞിരിക്കുന്നതും ഒരു കഥയാണ്. കഥയും കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാര്യമായിട്ട് നമുക്ക് ഒരു വായനക്കാർ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുക എന്താണെന്ന് വെച്ചാൽ, കവിത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വരിയിൽ അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. കഥയാവുമ്പോൾ ഒരു ഒടുക്കം വേണം, ഒരു തുടക്കം വേണം. അത് ഭംഗിയായിട്ട് തന്നെ വേണം. തുടങ്ങുന്നതും ഭംഗിയായിരിക്കണം, നിർത്തുന്നതും ഭംഗിയായിരിക്കണം. പലപ്പോഴും തുടങ്ങുന്നതിനേക്കാൾ ഭംഗിയായിരിക്കണം നിർത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആ നിർത്തലിലാണ് ആ വായനക്കാരൻ്റെ മനസ്സിൽ അതങ്ങ് പതിയുന്നത്. ഇനി എന്ത് തന്നെ കഥാകാരന് ഉണ്ടാകിയ പോലെ തന്നെ ഒരു ആഖ്യാനം വായിക്കുന്ന ആളുടെ മനസ്സിൽ വരണം. അല്ലെങ്കിൽ ആ ഒരു തീമിൽ നിന്ന് വായനക്കാരനും പലതും ചിന്തിക്കാൻ പറ്റണം. നമ്മളങ്ങ് കൊടുക്കണം വായിക്കുന്നവർക്ക്, ബാക്കി അവരങ്ങ് ചിന്തിക്കട്ടെ, അവരതിനെ വളർത്തട്ടെ, അവരതിനെ പോഷിപ്പിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റണം. അതേപോലെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നോവൽ ഇങ്ങനെ പരത്തി പറയുന്നതിനേക്കാൾ വലിയ കഠിനാണ് ഇത് കുറഞ്ഞ പേജിലേക്ക് ഒതുക്കുക എന്ന് പറഞ്ഞാൽ. എളുപ്പമേ അല്ല, വളരെ പ്രയാസമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ എന്നും എഴുതിയിരുന്നവരുണ്ട്